ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BSc സൈക്കോളജി 6th സെമസ്റ്ററിൽ വരുന്ന അബ്നോർമൽ സൈക്കോളജി 2 ഈ ഒരു പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂളാണ്. ആക്ച്വലി നമ്മൾ ഈ ഒരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചതായിരുന്നു. പാർട്ട് 1 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി പോർഷൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ബിക്കോസ് നമ്മൾ ആ ഒരു ഫസ്റ്റ് വീഡിയോയിൽ പാർട്ട് 1 വീഡിയോയിൽ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്തായിരുന്നു. ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു. കുറച്ച് ബേസിക് ടേംസ് ഒക്കെ നമ്മളതിൽ പറഞ്ഞായിരുന്നു. സോ അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്ലിനിക്കൽ പിക്ചർ ഓഫ് ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡേഴ്സ് തൊട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും. നമ്മൾ ടൈപ്സ് ഓഫ് ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡേഴ്സ്, അതുപോലെ കുറേ ബേസിക് ടേംസ്, എന്താണ് ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡേഴ്സ് എല്ലാം നമ്മൾ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി മെയിൻ ടോപ്പിക്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്ലിനിക്കൽ പിക്ചർ ഓഫ് ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡേഴ്സ് എന്ന് വെച്ചാൽ ഈ ഒരു ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡേഴ്സിൻ്റെ ഒരു ഓവറോൾ പാറ്റേൺ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിൽ തന്നെ ഒരുപാട് സബ് ടോപ്പിക്സ് ഉണ്ട്, അതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതിൽ ആദ്യം വരുന്നതാണ് എഫക്ട്സ് ഓൺ ദ ബ്രെയിൻ. ഈ ആൽക്കഹോൾ അബ്യൂസ് ബ്രെയിനിൽ ഉണ്ടാക്കുന്ന എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് പറയുന്ന പോയിന്റ് ആണ് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ആൽക്കഹോൾ ക്യാൻ എൻഹാൻസ് പ്ലഷർ ആൻഡ് അലേർട്ട്നെസ്. Conversely, larger amounts can impair thinking, diminish judgment, and reduce self-control. അതായത് ഈ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ എമൗണ്ടിനനുസരിച്ചിട്ടായിരിക്കും, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ എഫക്ട്സും വരുന്നത്, അത് വാരി ചെയ്യുന്നത്. അതായത് ഇപ്പം സ്മോളർ എമൗണ്ട്സ് മാത്രം എടുക്കുന്ന ഒരാളാണെങ്കിൽ മേ ബി അവർക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടൊക്കെ ഫീൽ ചെയ്തേക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പം കുറച്ചൊരു എമൗണ്ട് മാത്രം ഡ്രിങ്ക് ചെയ്ത ഒരാൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക, അതൊക്കെ അതിന് എക്സാമ്പിളായിട്ട് പറയും. പക്ഷേ ഒരു ലാർജർ എമൗണ്ട് അവർ കൺസ്യൂം ചെയ്യാൻ നേരത്ത് അവരുടെ ബ്രെയിൻ ആക്ടിവിറ്റി എല്ലാം സ്ലോ ഡൗൺ ആവും. ഇത് അവരുടെ തിങ്കിങ്ങിനെ, അതുപോലെ അവരുടെ ജഡ്ജ്മെൻറ്റിനെ, അവരുടെ സെൽഫ് കൺട്രോളിനെ എല്ലാം തന്നെ അത് ബാധിക്കും. ഫോർ എക്സാമ്പിൾ ഭയങ്കരമായിട്ട് ഡ്രിങ്ക് ചെയ്ത ഒരാൾ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക, അതുപോലെ അവർ ബാഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക, റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, ഫൈറ്റ് ചെയ്യുക, ഇതെല്ലാം അതിന് എക്സാമ്പിളാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നതിന് എമൗണ്ടിനനുസരിച്ചിട്ട് അത് അവരുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന എഫക്ട്സിലും വ്യത്യാസമുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ ആൽക്കഹോൾ യൂസ് നമ്മുടെ ലേണിങ്ങിനെയും മെമ്മറിനെയും എല്ലാം ബാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ബ്രെയിനിലെ ഒരു കെമിക്കലായിട്ടുള്ള ഗ്ലൂട്ടാമേറ്റിൻ്റെ ആക്ഷനെ ഇത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഡ്രിങ്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് മേ ബി അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കുറവായിരിക്കും. അത് അവരുടെ ലേണിങ്ങിനെയും മെമ്മറിനെയും എല്ലാം തന്നെ ബാധിക്കും. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഹൗ ഡിപ്പെൻഡൻസ് ഡെവലപ്സ്. അതായത് ഡിപ്പെൻഡൻസ് ഓഫൺ ഡെവലപ്സ് ഗ്രാജുവലി ഓവർ ടൈം. ഈ ഡിപ്പെൻഡൻസ് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാവുന്ന ഒന്നുമല്ല, ഒരുപാട് ടൈം എടുത്ത് സ്ലോലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. മേ ബി അവർ ഒക്കേഷണൽ ഡ്രിങ്കിങ് ആയിരിക്കും, ആദ്യം തുടക്കത്തിൽ വല്ലപ്പോഴും മാത്രമായിരിക്കും, പിന്നീട് അത് റെഗുലർ ആവും, ഡെയിലി ആവും, പിന്നീട് അത് അഡിക്ഷൻ ലെവലിലോട്ട് പോവുകയാണ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഇത് സെയിം പാറ്റേൺ തന്നെ ആവണമെന്നും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ആൽക്കഹോൾ ക്യാൻ നെഗറ്റീവ്ലി ഇമ്പാക്ട് ദ ബോഡി ഈവൻ ഇൻ സ്മോൾ ഡോസസ്. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നത് കുറച്ച് എമൗണ്ട് മാത്രം എടുക്കാൻ നേരത്തെ അത് സേഫ് ആണെന്നാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഓവർ ഡോസ് ആയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറാണ്. ഇവിടെ സ്മോളർ എമൗണ്ടിൽ നിന്നും ഒരു ലാർജ് എമൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ ലെവലിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അവിടെ ഒരു കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം റെഡ് വൈനൊക്കെ നമ്മൾ കുറച്ചൊരു എമൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹാർട്ടിന് നല്ലതാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം അല്ലേ. പക്ഷെ അതേസമയം ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു വുമൺ ഇതുപോലെ കുറച്ച് എമൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലോ അത് ഭയങ്കര ഡേഞ്ചറുമാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഡിപ്പെൻഡൻസിൽ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്നതാണ് ലോങ് ടേം ഫിസിക്കൽ എഫക്ട്സ്. അപ്പോൾ അതിൽ പറയുന്നത് ദ ലിവർ പ്രൈമറിലി പ്രോസസ്സസ് ആൽക്കഹോൾ. Excessive drinking places stress on the liver, potentially leading to cirrhosis. അതായത് ലിവർ സിറോസിസ് നമുക്ക് ഒരുപാട് തവണ കേട്ടുകേൾവിയുള്ള ഒരു
ഡിസീസാണ്, ഒരു സീരിയസ് ലിവർ ഡിസീസാണ് ലിവർ സിറോസിസ്. ഇത് ഈ ഹെവി ഡ്രിങ്കിങ് ഉള്ള ആൾക്കാർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ ഡ്രിങ്കിങ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു ബോഡി പാർട്ടാണ് നമ്മുടെ ലിവർ എന്ന് പറയുന്നത്. ഈ ലിവറിൽ ഓവർ ഡ്രിങ്കിങ് ആവുന്ന സമയത്ത് നമ്മുടെ ലിവർ ഡാമേജ്ഡ് ആവുകയും പിന്നീട് ഈ പറയുന്ന ലിവർ സിറോസിസ് എന്ന് പറഞ്ഞ ഒരു സീരിയസ് ഡിസീസിലോട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ആൽക്കഹോൾ ഈസ് കലോറി ഡെൻസ് ആൻഡ് ക്യാൻ ഡിസ്പ്ലേസ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് റിസൾട്ടിങ് ഇൻ പുവർ ന്യൂട്രീഷൻ. അതായത് ഈ ആൽക്കഹോളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് കലോറീസ് ഉണ്ട്, പക്ഷേ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പോൾ ഈ ഡ്രിങ്കേഴ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു ആൽക്കഹോളിൽ ഇത്രയും കലോറീസ് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഫുഡ് കഴിക്കുന്നത് കുറഞ്ഞു വരും. അത് കാരണം അവരുടെ ബോഡി ഭയങ്കരമായിട്ട് വീക്ക് ആവുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ ഹെവി ഡ്രിങ്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുമല്ലേ, ഭയങ്കര ടയേർഡായിട്ട് അൺഹെൽത്തി ആയിട്ട് തിന്നായിട്ടൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയായിരുന്നു. ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്നതാണ് നാലാമത്തത് ഇമോഷണൽ ആൻഡ് സോഷ്യൽ എഫക്ട്സ്. അതിൽ പറയുന്നതാണ് എക്സ്റ്റെൻഡഡ് യൂസ് മേ റിസൾട്ട് ഇൻ ലോ എനർജി, സാഡ്നെസ് ആൻഡ് ഹൈറ്റൻഡ് സെൻസിറ്റിവിറ്റി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർ ഭയങ്കര ടയേർഡായിരിക്കും, ഡിപ്രസ്ഡ് ആയിരിക്കും, ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, അവരുടെ പേഴ്സണാലിറ്റി തന്നെ മാറിയിട്ടുണ്ടാവും. അതുപോലെ പുവർ തിങ്കിങ് ആൻഡ് ജഡ്ജ്മെൻ്റ് ആയിരിക്കും. അതുപോലെ അവർക്ക് ജോബ് നഷ്ടപ്പെടാനുള്ള സാധ്യത, അതുപോലെ ഫ്രണ്ട്സിനെ, ഫാമിലി സപ്പോർട്ട് ഇതെല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ഹെവി ഡ്രിങ്കേഴ്സിൽ മാരേജ് പ്രോബ്ലംസും അതുപോലെ ഡിവോഴ്സും ഒക്കെ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ്. ഓക്കെ, അതൊക്കെയായിരുന്നു. ഇനി അഞ്ചാമത്തെ അവസാനത്തത് ആൽക്കഹോൾ റിലേറ്റഡ് സൈക്കോസിസ്. അതിൽ പറയുന്നത് വിഡ്രോവൽ ഡെലീറിയം ആഫ്റ്റർ ceasing heavy drinking, individuals may experience confusion, fear and hallucinations. അതായത് ഈ ഹെവി ഡ്രിങ്കേഴ്സിൽ കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് സൈക്കോസിസ്. അതായത് അതിൽ ഫസ്റ്റ് പറയുന്നത് വിഡ്രോവൽ ഡെലീറിയം ആണ്, അല്ലെങ്കിൽ ആൽക്കഹോൾ വിഡ്രോവൽ ഡെലീറിയം എന്നും പറയാം. അതായത് ഇത് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഒരു ഹെവി ഡ്രിങ്കർ ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഈ ഡ്രിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാൻ നേരത്ത് ഉണ്ടാവുന്നൊരു കണ്ടീഷനാണ് വിഡ്രോവൽ ഡെലീറിയം. ഇതുള്ള ഒരാൾക്ക് വരുന്ന സിംറ്റംസ് ആണ് അവർ നിൽക്കുന്ന സ്ഥലത്തിനെ കുറിച്ചിട്ടും സമയത്തിനെ കുറിച്ചിട്ടുള്ള ഒരു കൺഫ്യൂഷൻ, അതുപോലെ ഭയങ്കര പേടി, ആങ്സൈറ്റി, അതുപോലെ ഹലൂസിനേഷൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലാത്ത പലതും കാണുന്നത് പോലെ തോന്നുക. അതുപോലെ ഷെയ്ക്കിംഗ് ഓഫ് ഹാൻഡ്സ്, ടങ് ആൻഡ് ലിപ്സ്. ഹാൻഡ്സും ടങ്ങും ലിപ്സും ഒക്കെ ഷെയ്ക്ക് ചെയ്യുന്നതായിട്ട് ഉണ്ടാവുക. ഇതെല്ലാം ഈ വിഡ്രോവൽ ഡെലീരിയത്തിൻ്റെ സിംറ്റംസ് ആണ്. ഇനി അടുത്തതായിട്ട് പറയുന്ന ഒരു മെൻ്റൽ ഡിസോർഡർ ആണ് ആൽക്കഹോൾ അംനസ്റ്റിക് ഡിസോർഡർ, ക്യാരക്ടറൈസ്ഡ് ബൈ സിവിയർ മെമ്മറി ലോസ്, കൺഫ്യൂഷൻ ആൻഡ് ഡിഫിക്കൽട്ടി റെക്കഗ്നൈസിങ് ഫെമിലിയർ പീപ്പിൾ ഓർ പ്ലേസസ്, ഓഫൻ അസോസിയേറ്റഡ് വിത്ത് എ ഡെഫിഷ്യൻസി ഇൻ വൈറ്റമിൻ B1. അതായത് ലോങ് ടേം ആൽക്കഹോൾ യൂസ് ഉള്ള ഒരാൾക്ക് വരാൻ സാധ്യത ഉള്ള ഒരു മെൻ്റൽ ഡിസോർഡർ ആണ് ഈ ഒരു ഡിസോർഡർ, ആൽക്കഹോൾ അംനസ്റ്റിക് ഡിസോർഡർ. അതായത് ഇവർക്ക് ഭയങ്കര മെമ്മറി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അവർക്ക് റീസെൻ്റ് ആയിട്ട് നടന്ന ഇവൻറ്റ്സ് ഒന്നും ഓർത്തെടുക്കാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ അവർക്ക് ആളുകളെ അല്ലെങ്കിൽ സ്ഥലങ്ങളൊന്നും റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ തരത്തിലുള്ള സിവിയർ ആയിട്ടുള്ള മെമ്മറി ഇഷ്യൂസ് എല്ലാം അവർക്ക് അനുഭവപ്പെടും. ഇത് ചിലപ്പം വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി കാരണവും വന്നേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ലിനിക്കൽ പിക്ചർ ഓഫ് ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡേഴ്സിൽ പറഞ്ഞത്. അതിൽ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. എഫക്ട്സ് ഓൺ ദ ബ്രെയിൻ, ഹൗ ഡിപ്പെൻഡൻസ് ഡെവലപ്സ്, ലോങ് ടേം ഫിസിക്കൽ എഫക്ട്സ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ എഫക്ട്സ്, ആൽക്കഹോൾ റിലേറ്റഡ് സൈക്കോസിസ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോസൽ ഫാക്ടേഴ്സ് ഓഫ് ആൽക്കഹോൾ അഡിക്ഷൻ. ആൽക്കഹോൾ അഡിക്ഷൻ്റെ കോസൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ഇതിൽ തന്നെ ടൈപ്സ് ഉണ്ട്. ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ് ഉണ്ട്, സൈക്കോ സോഷ്യൽ കോസൽ ഫാക്ടേഴ്സ് ഉണ്ട്, ആൻഡ് ഓൾസോ സോഷ്യോ കൾച്ചറൽ കോസൽ ഫാക്ടർ. അതിലാദ്യം തന്നെ ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ് നോക്കാം. ഈ ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ബോഡി, ബ്രെയിൻ ആൻഡ് ജീൻസ്. അപ്പോൾ അതിൽ തന്നെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ന്യൂറോബയോളജി ഓഫ് അഡിക്ഷൻ. അതായത് ഡ്രഗ്സ് വാരി ഇൻ കെമിക്കൽ നേച്ചർ ആൻഡ് ബ്രെയിൻ എൻട്രി സ്പീഡ്. Alcohol is consumed orally, the slower route. Cocaine often uses faster route like nasal or intravenous. Addiction involves the mesocorticotropic dopamine pathway, MCLP, central to the pleasure effects and reinforcement of the drug use. അതായത് ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരു ഡ്രഗാണ്.
ഇതല്ലാതെയും ഒരുപാട് ഡ്രഗ്സ് ഉണ്ടല്ലേ. നമ്മൾ വാർത്തയിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ പല പല ഡ്രഗ്സ് പുതിയതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ ഓരോ ഡ്രഗ്സിനും അത് നമ്മളെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഓരോന്നും ഡിഫറെൻ്റ് രീതിയിലാണ് ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഈ ഡ്രഗ്സ് എല്ലാം തന്നെ എന്താ ചെയ്യുന്നത്, നമ്മളെ ബ്രെയിനിലുള്ള പ്ലഷർ പാത്വേ അല്ലെങ്കിൽ ഡോപ്പമിൻ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യും, ആ ഒരു പേഴ്സണിൽ ഒരു ഫീൽ ഓഫ് ഹാപ്പിനെസ് ഉണ്ടാക്കും. അങ്ങനെ വരാൻ നേരത്ത് എന്താണ്, വീണ്ടും ആ ഒരു ഡ്രഗ് കൺസ്യൂം ചെയ്യാനായിട്ട് അവർക്ക് തോന്നും. ഇനി ആൽക്കഹോളിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓറലി ആണ് കൺസ്യൂം ചെയ്യുന്നത്, അത് കുടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ബ്രെയിനിലേക്ക് എത്താനായിട്ട് സമയമെടുക്കും. അതേസമയം തന്നെ ചില ഡ്രഗ്സ് ഉണ്ട് പെട്ടെന്ന് തന്നെ ബ്രെയിനിലേക്ക് എത്തുന്ന ഡ്രഗ്സ്. അങ്ങനെയുള്ള ഡ്രഗ്സ് ആവാൻ നേരത്ത് അതിൻ്റെ അഡിക്ഷൻ റിസ്ക് എന്ന് പറയുന്നത് അതിനനുസരിച്ചിട്ട് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ന്യൂറോ ബയോളജി ഓഫ് അഡിക്ഷനിൽ പറഞ്ഞത്. സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരാൾ ആൽക്കഹോൾ ഡ്രിങ്ക് ചെയ്യുന്ന സമയത്ത് അവർ ഒരു ഫീലിംഗ് റിലാക്സ്ഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവാൻ നേരത്ത് അവരുടെ ബ്രെയിനിൽ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നു. അങ്ങനെ ആവാൻ നേരത്ത് അവർക്ക് വീണ്ടും ആ ഒരു ആൽക്കഹോൾ ഡ്രിങ്ക് ചെയ്യാനുള്ള ഒരു നീഡ് എന്ന് പറയുന്നത് വരുന്നു. അങ്ങനെയാണ് പിന്നീട് ഒരു അഡിക്ഷനിലേക്ക് പോകുന്നത്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ജനറ്റിക് വൾണറബിലിറ്റി. Alcoholism often runs in families. About 1/3 of alcoholics have a parent with alcohol issues, including genetic predisposition. അതായത് ഈ ആൽക്കഹോളിസം ഫാമിലീസിലും റൺ ചെയ്യുന്നുണ്ട്. ആൽക്കഹോളിക് ആയിട്ടുള്ള പാരൻസിൻ്റെ മക്കൾക്ക് കൂടുതൽ റിസ്ക് ഉണ്ടെന്നാണ് പറയുന്നത്. സ്റ്റഡീസ് പ്രകാരം 1/3 ഓഫ് ആൽക്കഹോളിക്സ് ഹാവ് എ പാരൻറ്റ് വിത്ത് ആൽക്കഹോൾ ഇഷ്യൂസ്. ഓക്കെ, 1/3 ഓഫ് ആൽക്കഹോളിക്സിനും എന്താണ്, അവരുടെ പാരൻസും മിക്കവരും ആൽക്കഹോളിക്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫാദർ ആൽക്കഹോളിക് ആണെങ്കിൽ ആ ഒരു ഫാദറിൻ്റെ മക്കൾ ആൽക്കഹോളിക് ആവാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അതിൽ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് സി, ജനറ്റിക് ഇൻഫ്ലുവൻസ് ആൻഡ് ലേണിംഗ്. ജനറ്റിക് vulnerability requires exposure to alcohol for addiction to develop. Factors like peer pressure, parental drinking, advertising, and social environment influence alcohol use. Environments that support or encourage alcohol use increase the likelihood of initiation and continued drinking. അതായത് ഈ ഡ്രിങ്കിങ് ബിഹേവിയർ എന്ന് പറയുന്നത് ജനറ്റിക് ഇൻഫ്ലുവൻസ് മാത്രം പോരാ അല്ലേ, അതിൻ്റെ കൂടെ എന്ത് വേണം, ലേണിങ്. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രിങ്കിങ് ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മൾ ലേൺ ചെയ്യണം. അത് പല റീസൺസ് ആയിരിക്കാം ലേൺ ചെയ്യാനായിട്ട്. മേ ബി അത് പിയർ പ്രഷർ ആയിരിക്കാം. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് കുടിക്കുന്നൊരു ടീം ആണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ അവർ മേ ബി പ്രഷർ ചെയ്യാൻ നേരത്ത് സ്വാഭാവികമായിട്ടും നമ്മളും ആ ഒരു ബിഹേവിയറിലേക്ക് പോവും. ഇല്ലാന്നുണ്ടെങ്കിൽ പാരൻസ് ഡ്രിങ്ക് ചെയ്യുന്ന ഒരു പാരൻസ് ആണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഡ്രിങ്കിങ്ങിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടിട്ടും നമ്മൾ അതിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ നമ്മളെ ചുറ്റിലുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ഈ ഡ്രിങ്കിങ് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളും അത് എന്താണ് നോർമലൈസ്ഡ് ആയിട്ട് കാണുകയും നമ്മളും ഡ്രിങ്കിങ് ബിഹേവിയറിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സിൽ പറഞ്ഞത്. അതിൽ നമ്മൾ ന്യൂറോ ബയോളജി ഓഫ് അഡിക്ഷൻ പറഞ്ഞു, ജനറ്റിക് വൾണറബിലിറ്റി പറഞ്ഞു, അതുപോലെ ജനറ്റിക് ഇൻഫ്ലുവൻസ് ആൻഡ് ലേണിംഗ് അതും പറഞ്ഞു. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സൈക്കോ സോഷ്യൽ കോസൽ ഫാക്ടേഴ്സ് ആണ്. ഇതിലും ഒരുപാട് സബ് ഹെഡിങ്സ് ഉണ്ട്. ആദ്യം തന്നെ സൈക്കോ സോഷ്യൽ കോസൽ ഫാക്ടേഴ്സ് എന്ന് പറയാൻ നേരത്ത് ഫാമിലി റിലേഷൻഷിപ്പ്, സ്ട്രെസ്, പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിൽ ഫസ്റ്റായിട്ട് പറയുന്നതാണ് ഫെയിലർ ഇൻ പാരൻ്റൽ ഗൈഡൻസ്. അതായത് എ സ്റ്റേബിൾ ഫാമിലി എൻവയോൺമെൻറ്റ് ആൻഡ് proper parental guidance are essential for healthy development, which is often lacking in families of alcoholics. Children of parents who excessively use alcohol or drugs are more vulnerable to addiction. Early exposure to negative role models and poor socialization can strongly influence later alcohol use.
അതായത് ഏതൊരു കുട്ടിയാണെന്നുണ്ടെങ്കിലും അവരുടെ ആദ്യത്തെ ഒരു സ്കൂൾ എന്ന് പറയുന്നതാണ് അവരുടെ വീട് അല്ലെങ്കിൽ പാരൻസ്. ആദ്യം തന്നെ അവർ പാരൻസിനെ കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത്, ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പം വീട്ടിൽ ഇതുപോലെ ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഉള്ള പാരൻസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു കുട്ടിയും ഡ്രിങ്കിങ് ബിഹേവിയറിലേക്ക് പോകാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം വീട്ടിൽ വർക്ക് പ്രഷർ അല്ലെങ്കിൽ വീട്ടിലത്തെ സ്ട്രെസ്സ് കാരണം ഡ്രിങ്കിങ് ഹാബിറ്റ് കാണിക്കുന്ന ഒരു ഫാദർ, ഓക്കെ, അപ്പോൾ ആ ഒരു ഫാദറിനെ കാണാൻ നേരത്ത് കുട്ടി എന്താണ് ചിന്തിക്കുന്നത്? ഇത് ഭയങ്കര നോർമലാണ്, ഇങ്ങനെ കുടിക്കുക എന്നുള്ളത് നോർമലാണെന്ന് സ്വാഭാവികമായിട്ടും ചിന്തിക്കും. ആൻഡ് ആ ഒരു കുട്ടി ഡ്രിങ്കിങ് ഹാബിറ്റിലേക്ക് പോകാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതിൻ്റെ കൂടെ തന്നെ പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രോപ്പർ ഗൈഡൻസ് കുട്ടിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രോപ്പർ കെയർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടി ഇതുപോലെയുള്ള പല ദുശ്ശീലങ്ങളിലേക്കും ഡ്രിങ്കിങ്ങിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്ന ഒരു ഫാക്ടറാണ് സൈക്കോളജിക്കൽ വൾണറബിലിറ്റി. അതായത് മെനി ആൽക്കഹോൾ ഡിപ്പെൻഡൻറ്റ് ഇൻഡിവിജ്വൽസ് എക്സ്ഹിബിറ്റ് ട്രേറ്റ്സ് സച്ച് ആസ് emotional immaturity, a high need for praise and appreciation, and strong reactions to failure with feelings of inferiority. They often have a low tolerance for frustration and are more impulsive and aggressive. അതായത് ചില പേഴ്സണാലിറ്റി ട്രേറ്റ്സും ഈ ഡ്രിങ്കിങ്ങിൻ്റെ റിസ്ക് കൂട്ടുന്നുണ്ട്. ഏതൊക്കെയാണത്? ഫോർ എക്സാമ്പിൾ ഇമോഷണൽ ഇമ്മെച്യൂരിറ്റി. ഇമോഷണലി ഇമ്മെച്യൂർ ആയിട്ടുള്ള ആളുകൾ, എപ്പോഴും പ്രൈസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അപ്രീസിയേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പം ഇൻ കേസ് ഇവർക്ക് അപ്രീസിയേഷൻ കിട്ടാതിരിക്കാൻ നേരത്ത് അവർ മെൻ്റലി ഡൗൺ ആവുകയും അവരുടെ വിഷമങ്ങളെ മാറ്റാനായിട്ട് ഇതുപോലെ ഡ്രിങ്കിങ്ങിലേക്ക് പോവുകയും ചെയ്യും. അതുപോലെ മറ്റൊരു കാറ്റഗറിയാണ് ഫെയിലിയറിനെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ. അതുപോലെ ഈസിലി ഇൻഫീരിയോറിറ്റി ഫീലിങ്സ് വരുന്ന ആളുകൾ. അപ്പോൾ ഇവരൊക്കെ എന്താണ്, ഇവരുടെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരാൻ നേരത്ത് അതിനെയൊക്കെ മറക്കാനായിട്ട് അവരിതുപോലെ ഡ്രിങ്കിങ് ഹാബിറ്റിലേക്ക് പോകും. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് പറയുന്നൊരു കാര്യമാണ് സ്ട്രെസ്, ടെൻഷൻ റിഡക്ഷൻ ആൻഡ് റീൻഫോഴ്സ്മെൻറ്റ്. Alcoholics often find it difficult to tolerate stress and tension, using alcohol as a means of relaxation. Even those without major life stress may develop alcoholism if alcohol is perceived as tense reducing. According to Cox and Kinger's motivational model, alcohol use is driven by the motivation to change emotional or mood states, making it reinforcing. അതായത് ഒരുപാട് ആളുകൾ അവരുടെ സ്ട്രെസ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഡ്രിങ്കിങ് ഹാബിറ്റ്സിലേക്ക് പോകുന്നത്. ഈ ആൽക്കഹോള് ഒരു ടെമ്പററി റിലാക്സേഷൻ തരുന്നത് കൊണ്ട് തന്നെ എപ്പോഴൊക്കെ സ്ട്രെസ്ഡ് ആവുന്നോ അപ്പോഴൊക്കെ ഈ ആളുകൾ ആൽക്കഹോൾസ് കൺസ്യൂം ചെയ്യുകയും അത് പിന്നീട് ഒരു ഹാബിറ്റ് ആവുകയും പിന്നീട് ഒരു അഡിക്ഷൻ ലെവലിലേക്ക് പോവുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഡെയിലി വർക്ക് ടൈം കഴിഞ്ഞിട്ട് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രിങ്കിങ് ചെയ്യുന്ന ഒരാൾ പയ്യെ പയ്യെ ഡിപ്പെൻഡൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്, ഒരു അഡിക്ഷൻ ലെവലിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ഈ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഭയങ്കര റെയിൻഫോഴ്സിങ് ആണ്. കാരണം എന്താണ്, പെട്ടെന്ന് മൂഡ് ചേഞ്ച് ആവും. ഇത് ഡ്രിങ്ക് ചെയ്യുന്ന ഒരാളുടെ മൂഡ് ഷോർട്ട് ടൈമിലത്തേക്കാണെങ്കിൽ കൂടി പെട്ടെന്നൊരു മൂഡ് ചേഞ്ച് ആണ്. അതുപോലെ തന്നെ കുറച്ച് സമയത്തേക്കൊരു റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത് പിന്നീട് യൂസ് ചെയ്യാനുള്ളൊരു സാധ്യത കൂടുകയും അഡിക്ഷൻ ലെവലിലേക്ക് പോവുകയും ചെയ്യും. ഇനി അടുത്ത ഒരു കോസൽ ഫാക്ടറായിട്ട് പറയുന്നതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് സോഷ്യൽ സക്സസ്. അതായത് കൊഗ്നിറ്റീവ് എക്സ്പെക്റ്റേഷൻസ് സിഗ്നിഫിക്കലി ഇൻഫ്ലുവൻസ് ദ ഇനീസിയേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ആൽക്കഹോൾ യൂസ്. Adolescents often believe that alcohol reduces tension and anxiety, increases sexual desire, and enhances enjoyment of life, a belief system known as the reciprocal influence model. അതായത് ചില ആളുകൾ വിചാരിക്കുന്നത് ഈ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് അവരെ കൂടുതൽ കോൺഫിഡൻ്റ് ആക്കാനും അവരുടെ ഷൈനെസ് കുറക്കാനും കൂടുതൽ ഹാപ്പി ആക്കാനും അതുപോലെ കൂടുതൽ ആക്റ്റീവ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ്. ഈ ഒരു ബിലീഫ് കാരണം അവർ കൂടുതൽ ഡ്രിങ്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡൻറ്റ്, അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ സ്കൂളിൽ ഒരു പാർട്ടി വെക്കുകയാണ്, പക്ഷേ കുട്ടിക്ക് സംസാരിക്കാനായിട്ട് പേടിയോ ഷൈ എന്തൊക്കെയാണ്. അപ്പം കുട്ടി ചിന്തിക്കുകയാണ് ഈ ഷൈനെസ് മാറാനായിട്ട് കുറച്ച് ഡ്രിങ്ക് ചെയ്യാമെന്ന്. സോ ആ ഒരു എക്സ്പെക്റ്റേഷൻ എഫക്റ്റ് ആണ് അത് കാരണം ആ ഒരു കുട്ടി ഡ്രിങ്ക് ചെയ്യുകയാണ്.
അപ്പം നമ്മൾ പറഞ്ഞു വന്നത് സോഷ്യൽ സക്സസിന് വേണ്ടിയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ കാരണവും ആളുകൾ ഡ്രിങ്കിങ്ങിലേക്ക് പോവുകയും പിന്നീട് ഒരു അഡിക്ഷൻ ലെവലിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇനി അവസാനത്തെ ഒരു പോയിന്റാണ് മാരൈറ്റൽ ഓർ other intimate relationships. Excessive drinking often begins during crisis periods in marriage or close relationship due to feelings of hurt, rejection, and low self-worth. Alcoholism is considered a major cause of divorce, particularly in US. അതായത് പല ആളുകളുടെ കേസിലും ഈ ഡ്രിങ്കിങ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ഇമോഷണൽ പ്രോബ്ലംസ് ഒക്കെ വരാൻ നേരത്താണ്. ലൈക്ക് ബ്രേക്കപ്പ്, ഫാമിലി കോൺഫ്ലിക്റ്റ്, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അങ്ങനെയുള്ള പല പല കാരണങ്ങൾ കൊണ്ടൊക്കെ അതിൽ നിന്നും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ഇതുപോലെ ആ ഒരു റോങ് എക്സ്പെക്റ്റേഷൻ കൊണ്ടും പല ആളുകളും ഡ്രിങ്കിങ് ഹാബിറ്റ് തുടങ്ങുന്നുണ്ട്. അതേസമയം തന്നെ ഡ്രിങ്കിങ് ഹാബിറ്റ് കാരണം പല പല ഡിവോഴ്സസും അതുപോലെ പല പല ഫാമിലി ഇഷ്യൂസും നടക്കുന്നുണ്ട്, പെർട്ടിക്കുലർലി ഇൻ US. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സൈക്കോ സോഷ്യൽ കോസൽ ഫാക്ടേഴ്സിൽ പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നതാണ് സോഷ്യോ കൾച്ചറൽ കോസൽ ഫാക്ടേഴ്സ്. അതിലാദ്യം തന്നെ റോൾ ഓഫ് കൾച്ചർ ഇൻ ആൽക്കഹോൾ യൂസ്. Culture significantly influences alcohol consumption, often sees as a social lubricant and a method to alleviate tension. അതായത് ഒരുപാട് കൾച്ചേഴ്സിൽ ഈ പറയുന്ന ആൽക്കഹോൾ യൂസ് എന്ന് പറയുന്നത് അവരുടെ ഒരു സോഷ്യൽ ലൈഫിൻ്റെ പാർട്ടായിട്ടാണ് അവർ കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചറിൻ്റെ പാർട്ടായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്താണ്, അവർ നിർബന്ധിതരാവുകയാണ് എന്ന് വെച്ചാൽ അവർ എന്തൊരു ഫെസ്റ്റിവൽസ് ആണെങ്കിലും സെലിബ്രേഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒത്തുകൂടലായാലും എല്ലാം ഈ ആൽക്കഹോൾ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഒരു കൾച്ചറിൻ്റെ പാർട്ടാണ്. അവർ ഈ ആൽക്കഹോളിനെ ഒരു സോഷ്യൽ ലൂബ്രിക്കൻ്റ് ആയിട്ടാണ് കാണുന്നത്. കുറച്ച് നേരം റിലാക്സ്ഡ് ആയിട്ടിരിക്കാനും ഫ്രീ ആയിട്ടിരിക്കാനൊക്കെ ഉള്ള ഒരു സോഷ്യൽ ലൂബ്രിക്കൻ്റ് ആയിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് വെസ്റ്റേൺ കൺട്രീസ്. അവിടെയാണെങ്കിൽ എന്തൊരു പാർട്ടി ആയിക്കോട്ടെ, വെഡ്ഡിങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓഫീസ് പാർട്ടീസ് ആയിക്കോട്ടെ, ഈ ഡ്രിങ്കിങ് അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദാറ്റ്. ഇൻ കേസ് കൂട്ടത്തിൽ ഒരാൾ ഡ്രിങ്ക് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ലെഫ്റ്റ് ഔട്ട് ആയിട്ടായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർ നിർബന്ധിതരാവുകയാണ് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ, അങ്ങനെയുള്ള കൾച്ചേഴ്സിൽ. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും ഇതുപോലെ ഡ്രിങ്കിങ് ഹാബിറ്റ് അവരിൽ ഉണ്ടാവാനും പിന്നീട് ഡിപ്പെൻഡൻസ് ആവാനും അഡിക്ഷൻ ആവാനുള്ളൊക്കെ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ സോഷ്യോ കൾച്ചറൽ കോസൽ ഫാക്ടേഴ്സിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബയോളജിക്കൽ, അതുപോലെ സൈക്കോ സോഷ്യൽ ആൻഡ് ഓൾസോ സോഷ്യോ കൾച്ചറൽ കോസൽ ഫാക്ടേഴ്സ് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രീറ്റ്മെൻ്റ് ആണ്. ആൽക്കഹോളിസം ഇസ് ഡിഫിക്കൾട്ട് ടു ട്രീറ്റ് ബിക്കോസ് മെനി ഇൻഡിവിജ്വൽസ് ഡു നോട്ട് ആക്സെപ്റ്റ് ദാറ്റ് ദേ ഹാവ് എ പ്രോബ്ലം ആൻഡ് സം ഡ്രോപ്പ് ഔട്ട് ബിഫോർ ട്രീറ്റ്മെൻറ്റ് ഈസ് കംപ്ലീറ്റഡ്. അപ്പോൾ ആൽക്കഹോളിസത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഇത് കുറച്ച് ഡിഫിക്കൾട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല അവർക്കൊരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത്. ആൻഡ് ഓൾസോ ഈ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ അവർ എസ്കേപ്പ് ആവുകയും ചെയ്യും. നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ഈ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഈസ് കൺസിഡേർഡ് മോസ്റ്റ് എഫക്റ്റീവ് ബിക്കോസ് ആൽക്കഹോൾ റിലേറ്റഡ് പ്രോബ്ലംസ് ആർ കോംപ്ലെക്സ് ആൻഡ് റിക്വയർ ഫ്ലെക്സിബിൾ ആൻഡ് ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ്. ഈ ആൽക്കഹോൾ റിലേറ്റഡ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആണ്. കാരണം വെറും ഫിസിക്കൽ മാത്രമല്ല, ഫിസിക്കൽ പ്ലസ് മെൻ്റൽ പ്ലസ് ഫാമിലി സപ്പോർട്ട് വേണ്ടി വരും, സോഷ്യൽ സപ്പോർട്ട് വേണ്ടി വരും. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ആൽക്കഹോളിസത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ ഉണ്ടാവും? കൗൺസിലിംഗ് ഉണ്ടാവും, മെഡിസിൻസ് ഉണ്ടാവും, ഫാമിലി സപ്പോർട്ട് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഏരിയാസിൽ അവർക്ക് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ആയിരിക്കും ഡോക്ടേഴ്സ് സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റിൽ ആദ്യമായിട്ട് പറയുന്ന കാര്യമാണ് മെഡിക്കേഷൻ. Biological treatment approaches involve the use of medications to reduce craving for alcohol, prevent physical deterioration, treat co-occurring mental health problems. അതായത് മെഡിസിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. മെഡിസിൻസ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ആൽക്കഹോളിനോടുള്ള ക്രേവിങ്സ് കുറക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫിസിക്കൽ സിംറ്റംസ്, അതായത് വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കുണ്ടാകുന്ന മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മെഡിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് മെഡിസിൻസ് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ തന്നെ മെഡിക്കേഷൻസ് ടു ബ്ലോക്ക് ദ ഡിസയർ ടു ഡ്രിങ്ക്. അതായത് ഡ്രിങ്കിങ് ഡിസയറിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ഡൈസൾഫിറം. ഡൈസൾഫിറം it produces unpleasant reactions such as vomiting when alcohol is consumed, thereby discouraging drinking. അതായത് ഈ ഡൈസൾഫിറം എന്ന് പറഞ്ഞ ഈ ഒരു മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ ആൽക്കഹോൾ കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വൊമിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും, വൊമിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ആൽക്കഹോൾ കുടിക്കാനായിട്ടൊരു പേടി വരും. അപ്പോൾ അതാണ് ഈ ഡൈസൾഫിറത്തിൻ്റെ ഒരു ഉപയോഗം ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത്. ഇനി അടുത്ത ഒരു മെഡിസിനാണ് നോൾട്രെക്സോൺ. അതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ടു റെഡ്യൂസ് ക്രേവിങ് ഫോർ ആൽക്കഹോൾ. ആൽക്കഹോളിനോടുള്ള ഒരു ക്രേവിങ്ങിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും എന്താണ്, അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അവരുടെ ആ ഒരു ആൽക്കഹോളിനോട് അത് കുടിക്കാനുള്ളൊരു ഏർജ് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു മെഡിസിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് ആയിട്ട് പറയുന്നതാണ് മെഡിക്കേഷൻസ് ടു റെഡ്യൂസ് ആൽക്കഹോൾ വിഡ്രോവൽ സിംറ്റംസ്. നമ്മൾ മുന്നേ പറഞ്ഞു അല്ലേ, വിഡ്രോവൽ സിംറ്റംസ്, ഫിസിക്കൽ സിംറ്റംസ്, ട്രെമേഴ്സ്, ടെൻഷൻ പോലെയുള്ള ഫിസിക്കൽ സിംറ്റംസിനെയാണ് ആൽക്കഹോൾ വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും മെഡിക്കേഷൻസ് ഉണ്ട്. ഡ്രഗ്സ് സച്ച് ആസ് വാലിയം ആർ യൂസ്ഡ് ടു കൺട്രോൾ മോട്ടോർ എജിറ്റേഷൻ, നോസിയ ആൻഡ് വൊമിറ്റിംഗ് ഡ്യൂറിങ് ആൽക്കഹോൾ വിഡ്രോവൽ. അതായത് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ഈ ആൽക്കഹോള് കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ നേരത്ത് ഈ ആളുകളിൽ വിഡ്രോവൽ സിംറ്റംസ് കാണിക്കും. എന്തൊക്കെയാണ് കാണിക്കുക? വൊമിറ്റിങ് കാണിക്കും, അതുപോലെ ഷെയ്ക്കിങ് എന്ന് വെച്ചാൽ അവരുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങും, അതുപോലെ ആങ്സൈറ്റി, റെസ്റ്റ്ലെസ്നെസ്, ഇങ്ങനെയുള്ള ഒരുപാട് സിംറ്റംസ് കാണിക്കും. അപ്പോൾ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് വാലിയം. അപ്പോൾ വാലിയം എന്ത് ചെയ്യും? ആ ഒരു വ്യക്തിയുടെ ബോഡീനെ കാം ഡൗൺ ചെയ്യും. അതുവഴി അവരുടെ ഈ ഷെയ്ക്കിങ്ങും ടെൻഷനും എല്ലാം തന്നെ കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് അപ്രോച്ചിൽ പറയുന്നത്, അല്ലെങ്കിൽ മെഡിക്കേഷനിൽ പറയുന്നത്. ഒരുപാട് മെഡിസിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഡൈസൾഫിറം, നാൾട്രെക്സോൺ, അതുപോലെ വാലിയം. ഇതെല്ലാം ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്ന മെഡിക്കേഷൻസ് ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് അപ്രോച്ചസ് ആണ്. അപ്പോൾ ഈ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സൈക്കോളജിക്കൽ ഹെൽപ്പ് ആവശ്യമായിട്ട് വരും. അതിലെന്തൊക്കെ വരും? കൗൺസിലിങ്, ഫാമിലി തെറാപ്പി, ജോബ് സപ്പോർട്ട്, കമ്മ്യൂണിറ്റി ഹെൽപ്പ്, ഇങ്ങനെയുള്ള പല പല ഏരിയയിലുള്ള സപ്പോർട്ടും വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് പറയുന്നതാണ് ഗ്രൂപ്പ് തെറാപ്പി. ഇൻ ഗ്രൂപ്പ് തെറാപ്പി പീപ്പിൾ ടോക്ക് ആൻഡ് കോൺഫ്രോണ്ട് ഈച്ച് അതർ. അതായത് ഈ ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറയാൻ നേരത്ത് ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരുപാട് പേര് ഒരുമിച്ചിരുന്നിട്ട് അവർ സംസാരിക്കും. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ആൽക്കഹോളിക്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം സംസാരിക്കാൻ നേരത്ത് അവരുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്സ് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ പല കാര്യങ്ങളും പരസ്പരം പഠിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ പരസ്പരം സപ്പോർട്ട് ചെയ്യാനായിട്ട്, കാരണം സെയിം പ്രശ്നങ്ങളാണ് എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരസ്പരം സപ്പോർട്ട് ചെയ്യാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ അവരുടെ പ്രശ്നങ്ങളെ ഹൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എല്ലാവരും സെയിം ഫേസിലൂടെ കടന്നു പോയവരായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ആൽക്കഹോളിക് ആവുന്ന സമയത്ത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഗ്രൂപ്പ് തെറാപ്പി ടീച്ചേഴ്സ് ന്യൂ വേസ് ടു ഹാൻഡിൽ ലൈഫ് സിറ്റുവേഷൻസ് ദാറ്റ് ലീഡ് ടു ഡ്രിങ്കിങ്. അതായത് ഈ പറയുന്ന ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളെല്ലാം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നേരത്ത് പല പല സിറ്റുവേഷൻസും വരും ഡ്രിങ്കിങ്ങിലേക്ക് ലീഡ് ചെയ്യുന്നതായിട്ടുള്ള. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെയൊക്കെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാമെന്നുള്ള പല പല ഐഡിയാസ്, പുതിയ വേസ് ഒക്കെ അവർക്ക് ഇങ്ങനെ ഗ്രൂപ്പ് തെറാപ്പിയിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും. അതുവഴി എല്ലാവർക്കും പല പല ഐഡിയാസും കിട്ടുകയും ചെയ്യും. ഇനി രണ്ടാമതായിട്ട് പറയുന്ന ഒരു കാര്യമാണ് എൻവയോൺമെൻറ്റൽ ഇൻ്റർവെൻഷൻസ്. അതായത് സപ്പോർട്ട് ഫ്രം ദ എൻവയോൺമെൻറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ ഹെൽപ്പിംഗ് ആൽക്കഹോളിക്സ് ഡീൽ വിത്ത് നെഗറ്റീവ് ലൈഫ് സിറ്റുവേഷൻസ്. മെനി ആൽക്കഹോളിക്സ് ഫേസ് സെപ്പറേഷൻ ഫ്രം ലവ്ഡ് വൺസ്, ജോബ്ലെസ്, ലോൺലിനെസ് ആൻഡ് പുവർ ലിവിംഗ് കണ്ടീഷൻസ്. Just teaching coping skills might not work if they still live in a stressful place.
Halfway houses help alcoholics slowly return to family and community life. Relapse often happens because of lack of family support and ongoing stress. അതായത് ഈ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞിറങ്ങിയ ഒരാൾ പിന്നീട് അവർ പോകുന്ന ആ ഒരു എൻവയോൺമെന്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടിരിക്കും പിന്നീട് അവർ ഡ്രിങ്കിങ് ഹാബിറ്റിലേക്ക് പോവാനും പോവാതിരിക്കാനുള്ള സാധ്യത. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്ക ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾക്കും ഉണ്ടാവുന്ന പ്രശ്നമാണ് ഫാമിലി പ്രോബ്ലംസ്, അതുപോലെ ജോബ് ലോസ്, ലോൺലിനെസ്, അതുപോലെ പുവർ ലിവിങ് കണ്ടീഷൻസ്. അപ്പം ഈ ഒരു എൻവയോൺമെൻറ്റിലേക്കാണ് അവർ വീണ്ടും പോകുന്നതെന്നുണ്ടെങ്കിൽ അത് പിന്നീട് അവരെ ഡ്രിങ്കിങ്ങിലേക്ക് എത്തിക്കാൻ വീണ്ടും അതൊരു സാഹചര്യമാവും. അപ്പോൾ ഇങ്ങനൊരു റിലാപ്സ് അല്ലെങ്കിൽ വീണ്ടും ഒരു ഡ്രിങ്കിങ്ങിലേക്ക് പോകുന്ന ഒരു ബിഹേവിയർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ തന്നെ ഭാഗമായിട്ട് അവർക്ക് ഫാമിലി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അവരുടെ ഫാമിലിക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ ജോബ് ഹെൽപ്പ് കൊടുക്കുന്നുണ്ട്, അതുപോലെ സേഫ് പ്ലേസ് ടു ലിവ്, അതായത് ഹാഫ് വേ ഹൗസസ്. ഈ ഹാഫ് വേ ഹൗസസ് എന്താന്ന് വെച്ചാൽ ഇറ്റ് ഇസ് സ്പെഷ്യൽ ഹോംസ് ഫോർ റിക്കവറിങ് ആൽക്കഹോളിക്സ്. ഈ ആൽക്കഹോളിക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് മീൻസ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ഹാഫ് വേ ഹൗസസിലേക്ക് ആക്കും. അത് റിക്കവറായിട്ട് വരുന്ന ആൽക്കഹോളിക്സിന് നിൽക്കാനുള്ള ഹൗസസ് ആണ്. അവിടെ നിൽക്കാൻ നേരത്ത് ഇറ്റ് ഹെൽപ്പ് ദം റിട്ടേൺ ടു ദെയർ നോർമൽ ലൈഫ് സ്ലോലി. പയ്യെ പയ്യെ അവരുടെ ഒരു നോർമൽ ലൈഫിലേക്ക് പോവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ആളുകൾ ഹാഫ് വേ ഹൗസസിലേക്ക് പോവും. എന്തിന്? അവരുടെ ഓൾഡ് ഡ്രിങ്കിങ് ഫ്രണ്ട്സിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എപ്പോഴൊക്കെയാണ് റിലാപ്സ് സംഭവിക്കുക? റിലാപ്സ് എന്ന് വെച്ചാൽ ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഡ്രിങ്കിങ്ങിലേക്ക് പോവുക. അതെപ്പോഴൊക്കെയാന്ന് വെച്ചാൽ അവർക്ക് ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ, അതുപോലെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് അല്ലെങ്കിൽ അവരുടെ എൻവയോൺമെൻറ്റ് അത്രയും മോശമാണെങ്കിൽ അവർ വീണ്ടും എന്താ പറയുക റിലാപ്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് BT ആൻഡ് CBT. BT എന്ന് പറഞ്ഞാൽ ബിഹേവിയർ തെറാപ്പി ആൻഡ് CBT എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അപ്പോൾ ആദ്യം തന്നെ ബിഹേവിയർ തെറാപ്പി നോക്കാം. ബിഹേവിയർ തെറാപ്പി ചേഞ്ചസ് ഡ്രിങ്കിങ് ബിഹേവിയർ. ഈ ബിഹേവിയർ തെറാപ്പിയാണ് ഡ്രിങ്കിങ് ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യുന്നത്. എങ്ങനെയാ? അവേഴ്സീവ് കണ്ടീഷനിങ്ങിലൂടെ. അവേഴ്സീവ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഈ ആൽക്കഹോൾ ഈസ് പെയർഡ് വിത്ത് അൺപ്ലസന്റ് എക്സ്പീരിയൻസ്. ഫോർ എക്സാമ്പിൾ, ആ ഒരു വ്യക്തി ഡ്രിങ്ക് ചെയ്യാൻ നേരത്തെ അവർക്ക് മെഡിസിൻസ് കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ മെഡിസിൻസ് കൊടുക്കാൻ നേരത്തെ എന്താണ്? അവർ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ വൊമിറ്റ് ചെയ്യാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി എന്താവും? അവരുടെ ബ്രെയിൻ കണക്ട്സ് ദ ആൽക്കഹോൾ വിത്ത് സിക്നസ്. ആൽക്കഹോൾ എന്ന് പറയുന്നത് വൊമിറ്റിങ്, സിക്നസ് എന്നുള്ള രീതിയിൽ അവരുടെ ബ്രെയിൻ കണക്ട് ചെയ്യും. അങ്ങനെ ആവാൻ നേരത്ത് അവർ ഡ്രിങ്കിങ്ങിനെ അവോയ്ഡ് ചെയ്യും. അപ്പോൾ അതാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന അവേഴ്സീവ് കണ്ടീഷനിങ്. ഇനി അടുത്തത് CBT ആണ്, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. ഇതവരെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയ സ്കിൽസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഡ്രിങ്കിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ സ്കിൽസ് പഠിക്കണമല്ലോ. അപ്പോൾ അതിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ CBT യൂസ് ചെയ്യുന്നത്. ഈ CBT മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ തിങ്കിങ് പാറ്റേൺസിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പുതിയ പുതിയ സ്കിൽസ്, അതായത് കോപ്പിംഗ് സ്കിൽസ് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരാൻ നേരത്ത് ആൽക്കഹോൾ ഇല്ലാതെ തന്നെ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് മെയിനായിട്ടും ഈ CBT ഫോക്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാൾ സ്ട്രെസ്ഡ് ആവാൻ നേരത്ത് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നതിന് പകരം എങ്ങനെ ആ ഒരു സ്ട്രെസ്സിനെ കോപ്പ് ചെയ്യാൻ പറ്റും, ലൈക്ക് എങ്ങനെ റിലാക്സേഷൻ ടെക്നിക്സ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ പഠിക്കുക. അതുകൊണ്ട് തന്നെ ഈ CBT എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തെറപ്പിയാണ്. CBT എന്തിനൊക്കെ ആ ഒരു പേഴ്സണിനെ ഹെൽപ്പ് ചെയ്യും? അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ബാഡ് ഫ്രണ്ട്സിനെ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, അതുപോലെ ആൽക്കഹോൾ ഇനി വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു CBT നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് അപ്രോച്ചസിൽ പറഞ്ഞത്. ഗ്രൂപ്പ് തെറാപ്പി, എൻവയോൺമെൻറ്റൽ ഇൻ്റർവെൻഷൻസ്, അതുപോലെ BT ആൻഡ് CBT.
അപ്പോൾ നമ്മൾ ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ ടോപ്പിക്സും തന്നെ ഡിസ്കസ് ചെയ്തു. ക്ലിനിക്കൽ പിക്ചർ ഓഫ് ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡേഴ്സ്, ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ്, സൈക്കോ സോഷ്യൽ കോസൽ ഫാക്ടേഴ്സ് ആൻഡ് സോഷ്യോ കൾച്ചറൽ കോസൽ ഫാക്ടേഴ്സ്. ഇത് കൂടാതെ തന്നെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന ടോപ്പിക്സ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസ് ആണ്. അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്, അതിൻ്റെയൊക്കെ എഫക്റ്റ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ ആക്ച്വലി ഈ ഒരു വീഡിയോയിൽ തന്നെ ഫുൾ കവർ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയത് കൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് പാർട്ട് 3 വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബാക്കിയുള്ള പോർഷൻസ്, അതായത് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഡിപ്പെൻഡൻസ് തൊട്ടുള്ള ടോപ്പിക്സ്. അതിൽ തന്നെ ഒരുപാട് ആൽക്കഹോൾ കൂടാതെ വരുന്ന ഒരുപാട് വേറെ ഡ്രഗ്സ് ഉണ്ട്, അതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഓപ്പിയം ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്, കൊക്കെയിൻ ആൻഡ് ആംഫെറ്റമൈൻസ്, മെത്തഫെറ്റമൈൻസ്, ബാർബിറ്റുരേറ്റ്സ്, ഹാലൂസിനോജൻസ്, എക്സ്റ്റാസി, മരിജ്വാന, സ്റ്റിമുലൻസ്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ എല്ലാം എഫക്ട്സ് എന്താണെന്ന് ഉള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പാർട്ട് 3 നമ്മൾ കമ്മിങ് ഡേയ്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ 6th സെമസ്റ്ററിലെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക. നമ്മുടെ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അതിൽ നമ്മൾ ഓരോ സെമ്മും സെക്ഷനാക്കി വെച്ചിട്ടുണ്ട്. 6th സെമസ്റ്റർ, 5th സെമസ്റ്റർ, 3rd, 4th, 2nd സെമസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റ് എടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ആ ഒരു സെമസ്റ്ററിലുള്ള ഫുൾ വീഡിയോസും കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പല സെമസ്റ്ററിലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോസ്. അതും പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സൈക്കോളജി ഫ്രണ്ട്സിന് നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഈസി ആയിട്ടുള്ള നോട്ട്സ് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് നമ്മൾ ഓരോ ക്ലാസ്സസും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമുക്ക് പിന്നീട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ഇനി പുതിയ പുതിയ വീഡിയോസ്, ഒരുപാട് പുതിയ കാര്യങ്ങൾ സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള സൈക്കോളജി സ്റ്റുഡൻസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടൊരു വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.